ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഇന്നൊരു ഇറാനി പോളിൻ്റെ റെസിപ്പി ആയിട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴന്ന് കഴിഞ്ഞതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത്. പിന്നെ പൊരിച്ച് വെച്ച ചിക്കൻ ചെറുതായി പിച്ചിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇറാനി പോളിക്ക് പൊരിച്ച ചിക്കനാട്ടോ ഉപയോഗിക്കൽ. അവസാനം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡി ആയി. നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിന് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് 2 മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് 1 ടീസ്പൂണ്, പാകത്തിന് ഉപ്പ്, പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ 1/4 കപ്പ് മൈദ എടുക്കുന്നതുകൊണ്ട് കേട്ടോ 2 മുട്ട എടുക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടി കൊണ്ടാണെങ്കിൽ നിങ്ങൾ 3 മുട്ട എടുക്കണം. ഞാൻ 2 മുട്ട 1/4 കപ്പ് ആയതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതേ അളവിൽ തന്നെ നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയി. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ബാറ്റർ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് പൊരിച്ച ചിക്കൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ മല്ലിയിലയും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി 3 സ്ലൈസ് ആക്കിയിട്ട് അതും കൂടി കാണാനും ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മളിത് ചെറിയ തീയിലാട്ടോ വേവിച്ചെടുക്കേണ്ടത്. കുക്കറിൻ്റെ അടിയിൽ ഞാൻ പഴയ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ കുക്കർ വെച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. അപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോള റെഡിയാവും. അത് ചായൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാട്ടോ. ഇതാ വെന്ത് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് 5 മിനിറ്റ് വേവിക്കുക. അതിന് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാട്ടോ. ഓക്കെ.